പക്ഷേ ഈ പള്ളിയിൽ ഇത് മേലെയാണ് വെച്ചേക്കണേന്ന് തോന്നുന്നു. അതേ ഇരിക്കുന്നുണ്ട്, അവിടെ ഉണ്ട്. അവിടെ ഇവിടെ നോക്കുമ്പോൾ പള്ളിയുടെ ഫ്രണ്ട് ഭാഗം ശരിക്കും കാണാം. ഇതാണ് പള്ളിയുടെ ഫ്രണ്ട്. ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നിപ്പോൾ വന്നിരിക്കുന്നത് ഷാർത്ത എന്ന് പറഞ്ഞൊരു സിറ്റിയിലാണ്. ഞങ്ങൾ താമസിക്കുന്ന അത്തന്ന് ഏകദേശം ഒരു 50-55 കിലോമീറ്റർ ഉണ്ടാവും. അപ്പോൾ ഇന്നിവിടെ ഒരു ക്രിസ്മസ് മാർക്കറ്റും ഉണ്ട്. അപ്പോൾ അത് കാണാനും കൂടിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പള്ളിയാണ്. ഭയങ്കര വലിയ പള്ളിയാണ്, ഭയങ്കര പഴയ പള്ളിയാണ്. അതുപോലെ തന്നെ ഈ സിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിഡീവൽ സിറ്റിയാണ്. നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ അതിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. വൈഫും കുട്ടിയും ഫ്രണ്ടിൽ നടപ്പുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് പയ്യെ പോവാണ്. ഇത് നല്ല തണുപ്പാണ് ഇന്ന് ഇവിടെ. -2 ടെമ്പറേച്ചർ. പക്ഷേ മാർക്കറ്റ്, ക്രിസ്മസ് മാർക്കറ്റ് ഉള്ളതുകൊണ്ട് വന്നതാണ് ഇങ്ങോട്ട്. ഇവിടെ നോക്കിയ സൈഡിൽ നോക്കിയാൽ ഒരു ചെറിയൊരു പാലം കാണാം. അതുപോലെ തന്നെ ഒരു ചെറിയൊരു അരുവി. ഇവിടെ ഒരു ക്രിസ്മസ് ട്രീ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ കയറുകയാണ്. ഈ സിറ്റിയുടെ അകത്തേക്ക് കയറുന്ന സ്ഥലമാണിത്. അവിടെ തന്നെ ക്രിസ്മസ് ട്രീ ഉണ്ട്. അതുപോലെ തന്നെ റോഡൊക്കെ കല്ല് വിരിച്ച റോഡാണ് ഫുള്ള്. നോക്കിയാൽ കനാല് വന്നത് കാണാം. ഒരു ചെറിയ കനാല് പോലത്തെ ഒരു സംഭവമാണ്. ഇവിടെ ഒരു പഴയ കെട്ടിടം കാണാം, പണ്ടത്തെ കെട്ടിടമാണ് ഇത്. ഇവിടുത്തെ കൺസ്ട്രക്ഷൻ സ്റ്റൈൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരവും അതുപോലെ തന്നെ ബാക്കി കുമ്മായം കൊണ്ടാണ് പണിതിരിക്കുന്നത്. ഇത് ഭയങ്കര പഴയ ബിൽഡിങ്ങാണ്. അത് അവർ റിപ്പയറിന് വേണ്ടി വെച്ചേക്കാണ് ഇപ്പോൾ. ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് പള്ളിയുടെ മേൽക്കൂര കാണാം. അത്രക്ക് ഭയങ്കര വലിയ പള്ളിയാണിത്. ഇത് പണ്ടത്തെ രീതിയിൽ തന്നെയാണ് ഇത് നിലനിർത്തിയിരിക്കുന്നത് അവർ. ഈ സിറ്റി ചെറിയ കനാല്, ബിൽഡിങ്ങുകളൊക്കെ ചിലപ്പോൾ പൊളിച്ച് വേറെ പുതിയത് പണിതിട്ടുണ്ടാകും. പക്ഷെ ഓവറോൾ ഒരു രീതി എന്ന് പറയുന്നത് പണ്ടത്തെ രീതി തന്നെയാണ് അവർ സൂക്ഷിച്ചേക്കുന്നത്. അതുപോലെ ഈ സൈഡിൽ ചെറിയ ചെറിയ പെട്ടി പോലെ ഇരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫെദ് ലൂമിയർ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതായത് ലൈറ്റ് അടിച്ചിട്ട് അതിൽ ലൈറ്റ് പ്രൊജക്റ്റ് ചെയ്ത് ഓരോ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണിക്കും. രാത്രി കഴിയുമ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഫുള്ള് ഓഫ് ചെയ്തിട്ട് അങ്ങനെ അവർ ചെയ്യും. നല്ല ഭംഗിയാണത് കാണാൻ. സിറ്റി ഫുള്ള് ലൈറ്റപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഓരോ കാര്യങ്ങൾ, ഓരോ ചരിത്ര സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അവർ ഈ പ്രൊജക്ടറിൽ കൂടി മതിലൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. അടിപൊളിയാണ്. ഇവിടെ അതുപോലെ തന്നെ ഒരു പഴയ ബിൽഡിംഗ് ഉണ്ട്. റിപ്പയർ നടന്നുകൊണ്ടിരിക്കുക. അടിപൊളിയാണ്. പക്ഷെ ഭയങ്കര തണുപ്പുണ്ട്. അതുമാത്രമേ ഒരു പ്രശ്നമായിട്ടുള്ളൂ. ബാക്കി കാലാവസ്ഥ സൂര്യൻ ഇടക്ക് വരും എന്നാണ് കാണിക്കുന്നത്. വെതർ റിപ്പോർട്ട് നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് നോക്കാം സൂര്യൻ വരുമോ ഇല്ലയോ എന്ന്. ഇവിടെ ഇപ്പോൾ ക്രിസ്മസിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ ബിൽഡിംഗ് ഉണ്ട്. ഇതൊക്കെ എല്ലാ ബിൽഡിങ്ങും ഓരോ രീതിയിലാണ്. അയ്യോ അടിപൊളി. അവിടെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ആ ബിൽഡിംഗ് കണ്ടോ, ഈ മരവും അതുപോലെ തന്നെ കുമ്മായം കൊണ്ടാണ് ഇതൊക്കെ പണ്ട് കാലത്ത് ഇങ്ങനെയാണ് അവർ പണിതിരിക്കുന്നതല്ല. ഇവിടുത്തെ കൺസ്ട്രക്ഷൻ രീതി എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. ഓരോ സ്ഥലത്തും ഓരോ രീതി ഉണ്ടാവുമല്ലോ. ഇവിടുത്തെ രീതി എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. ഈ പള്ളി ഇരിക്കുന്ന ശരിക്കും ഒരു കുന്നിൻ്റെ മേലെയാണ്. അതുകൊണ്ടാണ് ഈ പള്ളി എവിടെ നിന്ന് നോക്കിയാലും കാണാം. നമ്മൾ ഈ സിറ്റിയിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ എല്ലാ സ്ഥലത്തുനിന്നും നോക്കിയിട്ടുണ്ടെങ്കിലും ഈ പള്ളി നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അതിൻ്റെ കാരണം അതാണ്, പള്ളി ഇരിക്കുന്നത് കുന്നിൻ്റെ മേലെയാണ്. ഈ വഴി കയറി പോകാൻ മേലേക്ക്. ഇങ്ങോട്ട് കാറിനൊക്കെ വരാം. പക്ഷേ ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇങ്ങോട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കാറിൽ വന്നിട്ട് കാര്യമുള്ളൂ. കാരണം നമുക്ക് വന്നു കഴിഞ്ഞാൽ പാർക്കിംഗ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കണ കാരണം ഇന്നെന്തോ പണിയൊക്കെ നടക്കാണ്ട്. ഇന്നല്ല, കുറച്ച് നാളായിട്ട് എന്തോ പണിയൊക്കെ നടക്കുന്ന കാരണം റൂട്ടൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ ഇന്ന് ക്രിസ്മസ് മാർക്കറ്റ് ഉള്ളത് കാരണം കൂടിയായിരിക്കും റൂട്ട് ബ്ലോക്ക്ഡാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വണ്ടിയും കൊണ്ട് വരാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കാറ് കുറച്ച് പുറകിലായിട്ടാണ് പാർക്ക് ചെയ്തത്.
എന്നിട്ട് അവിടെ നിന്ന് നടന്ന് മേലേക്ക് വരിക. കാർ നമ്മളവിടെ ഇട്ടേക്കുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 1 കിലോമീറ്ററോളം പോയി കഴിയുമ്പോൾ സിറ്റിയിലേക്ക് കയറുന്ന ഒരു ഗേറ്റ് പോലെയുണ്ട്. അതിൻ്റെ പുറത്താണ് കാർ ഇട്ടേക്കുന്നത്. പാർക്കിംഗ് ഫ്രീ അല്ല. ഇവിടെ ഈ ഞാൻ പറഞ്ഞില്ലേ ഫെദ് ലൂമിയർ എന്ന് പറഞ്ഞുകൊണ്ട്, ലൂമിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ്, അത് ലൈറ്റിൻ്റെ ലൈറ്റ് ഷോ, അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇരിക്കുന്നതൊക്കെ. ഇവിടെ പള്ളിയുടെ ഒരു സാധനം കണ്ടോ, ഇത് ഫുള്ള് ഗ്ലാസ്സാണ്. നമ്മുടെ നാട്ടിലത്തെ പള്ളിയൊക്കെ ആണെങ്കിലും പള്ളിയുടെ ഗ്ലാസ് വിൻഡോ ഉണ്ടാവുമല്ലോ, ഗ്ലാസ് വിൻഡോ, അതേ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഇവിടെ ഒരു സ്കൂള് വരെ ഉണ്ട് ഇതുപോലെ. ഇതിൻ്റെ സ്റ്റെയിൻഡ് ഗ്ലാസ് എന്നാണ് പറയുന്നത്. സ്റ്റെയിൻഡ് ഗ്ലാസിൻ്റെ വർക്ക്, അതിൻ്റെ പണികൾ പഠിപ്പിക്കുന്ന ഒരു സ്കൂളുണ്ട് ഇവിടെ. പള്ളിയുടെ തൊട്ടടുത്താണ്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടുത്തെ ലോക്കൽ ഏരിയയുടെ പ്രത്യേകതയാണ് ഈ സ്റ്റെയിൻഡ് ഗ്ലാസ്. അതായത് നമ്മുടെ നാട്ടിൽ ആറന്മുള കണ്ണാടി എന്നൊക്കെ പറയുന്ന പോലെ ഇവരുടെ പ്രത്യേക ഒരു പരിപാടിയാണ്. ഇവിടെയുണ്ട് ഒരു ബിൽഡിങ്, പഴയ ബിൽഡിങ്. ഞാൻ ബിൽഡിങ് കാണുമ്പോൾ തന്നെ അറിയാം എത്ര കൊല്ലം പഴക്കമുള്ള ബിൽഡിംഗ് ആണെന്ന്. അതൊക്കെ ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്, അതാണ് ഇവരുടെ പ്രത്യേകത. പക്ഷെ അവിടെ ഇത് ഓഫീസ് ടൂറിസം എന്ന് വെച്ചാൽ ടൂറിസം ഓഫീസാണ്. പക്ഷെ അവരത് ആ രീതിക്ക് തന്നെ നിർത്തിയേക്കുന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ ഇവിടെ 2-3 ഫുഡ് ട്രക്സ് ഉണ്ട് ഭക്ഷണം കഴിക്കാനായിട്ടൊക്കെ. പിന്നെ ഇവിടെ വേസ്റ്റൊക്കെ ഇടുന്ന സ്ഥലമെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ സാധനങ്ങളും, എന്തൊക്കെ ഐറ്റംസ് എവിടെയൊക്കെ ഇടണമെന്ന്. ഇന്ന് ഒടുക്കത്തെ തണുപ്പാണ്, ഒരു രക്ഷയില്ല, നല്ല തണുപ്പ്. ഇത് നോക്കിയേ, ഈ സ്ട്രീറ്റ് നോക്കി, ഈ സ്ട്രീറ്റ് കണ്ടോ, ഇതിൻ്റെ ഇടയ്ക്ക് നോക്കുമ്പോൾ പള്ളി കാണാം ചെറുതായിട്ട്. ഇതുപോലത്തെ ഇടുങ്ങിയ തെരുവുകളൊക്കെ പണ്ടത്തെയാണ്, അതൊക്കെ അവരിപ്പോഴും അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഇടിച്ചു പൊളിച്ച് വേറെ ബിൽഡിങ് വന്നിട്ടുണ്ടാവും. ഈ ബിൽഡിങ് കണ്ടോ ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുക പുറത്തേക്ക്. അയ്യോ, എന്താണോ ഇങ്ങനെ ഇരിക്കണേ. ഒരു അടിയിലൊക്കെ മരമിട്ട് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, മറിഞ്ഞു വീഴാണ്ടിരിക്കാനായിരിക്കും. പഴയ ബിൽഡിങ്ങാണ് അതൊക്കെ, പക്ഷെ അടിപൊളിയാണ്. ഇതൊരു സ്ട്രീറ്റ്, ഇവിടെ എല്ലാം പഴയ നല്ല അടിപൊളിയായിട്ട് ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ്. നമ്മളപ്പോൾ ഇതേ പള്ളിയുടെ അടുത്തേക്ക് എത്തി. പള്ളിക്ക് കുറേ പ്രത്യേകതകളൊക്കെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇത് കണ്ടില്ലേ, ഈ പള്ളിയുടെ ഗ്ലാസ് കണ്ടോ, ഇതൊക്കെ ഫുള്ള് ഗ്ലാസ്സാണ്. ഈ ഫ്രണ്ടിൽ ജനലിൽ കാണുന്നതെല്ലാം ഗ്ലാസ്സാണ്. അതിലൊക്കെ ഓരോ കളറും അതുപോലെ തന്നെ ഓരോ വർക്ക്സും ഉണ്ട്, ഓരോ ചരിത്രങ്ങൾ വിവരിക്കുന്ന കാര്യങ്ങളൊക്കെ. നമുക്കത് ഉള്ളിൽ നോക്കിയാലേ മനസ്സിലാവുള്ളൂ, നമുക്ക് ഉള്ളിൽ പോയിട്ട് ബാക്കി നോക്കാം. ഇവിടെ നോക്കുമ്പോൾ അറിയാം പള്ളിയുടെ വലിപ്പം. അയ്യോ, ഫ്രാൻസിലെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലൊക്കെ അവർ ഇഷ്ടംപോലെ സുവനീർ കടകളും അതുപോലെ തന്നെ സ്ക്വയർ, ഇതിപ്പോൾ ഈ സ്ക്വയറാണ്, ഇതൊരു സ്ക്വയറാണ്. അതിൻ്റെ സൈഡിൽ കാണുന്ന സുവനീർ കടകളാണ്, ഫുള്ള് സുവനീർ ഐറ്റംസ് വിൽക്കുന്ന കടകൾ. അതുപോലെ തന്നെ ഒരു സ്ക്വയർ, ഈ സ്ക്വയറിലാണ് എന്തെങ്കിലും പരിപാടിയൊക്കെ നടക്കുമ്പോൾ മെയിനായിട്ട് ആളുകൾ വന്ന് കൂടുന്ന സ്ഥലം. ഇതൊരു മെയിൻ ഏരിയ ആണ്. ഈ ഫെദ് ലൂമിയർ എന്ന് ഞാൻ പറഞ്ഞു നേരത്തെ, ലൈറ്റ് ഷോ, അതിൻ്റെ മെയിൻ ഒരു ഏരിയ ആണത്. ആ സമയത്ത് പള്ളി മൊത്തം ഇതുപോലെ ലൈറ്റ് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ, ഓരോ ചരിത്ര കാര്യങ്ങളും, അത് ക്രിസ്ത്യാനിറ്റിയായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ ഈ പ്രദേശം ഷാർത്ത് എന്ന് പറഞ്ഞ സിറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ഇങ്ങനെ പള്ളിയുടെ മേലെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. അത് പക്ഷേ രാത്രിയാണ്, രാത്രി വന്നാലേ അത് കാണാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ഇന്ന് രാത്രി വരെ നിൽക്കില്ല, കുറച്ച് കഴിയുമ്പോൾ തന്നെ പോകും. ഇപ്പോൾ ഏകദേശം ഒരു 12-12:30 ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കയറണം. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ പോകണം. അതുപോലെ തന്നെ പള്ളി ബാക്കി എക്സ്പ്ലോർ ചെയ്യണം. പള്ളിയുടെ വാതിലൊക്കെ കണ്ടില്ലേ, അയ്യോ എന്ത് വലിയ വാതിലാണ്. അതുപോലെ ഓരോ പണികൾ, ഓരോ ശില്പങ്ങളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്.
അത് നമ്മുടെ നാട്ടിലൊക്കെ ഈ തമിഴ്നാട്ടിലൊക്കെ ഉള്ള അമ്പലങ്ങൾ പോലെ തന്നെ ഒരു ശില്പങ്ങളും ഒക്കെ കൊത്തിവെച്ചിട്ടുണ്ട്. പണ്ടത്തെ പള്ളിയാണല്ലോ. ഇവർ മാക്സിമം പൈസ പള്ളിയിൽ ഇവർ ചിലവാക്കിയിട്ടുണ്ട്. അതാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് ഇപ്പോഴും. ഈ പള്ളിയുടെ പേര് കത്തീഡ്രൽ ദി നോർട്ടർഡാം എന്നാണ്, അതായത് അവർ ലേഡി കത്തീഡ്രൽ. ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് ഗോത്തിക് ശൈലിയിലാണ്. 1194 പണി തുടങ്ങി 1230 ഈ പള്ളിയുടെ പണി പൂർത്തിയായത്. ഫ്രഞ്ച് റവല്യൂഷൻ കാലത്ത് ഈ പള്ളിക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. 2009 തൊട്ട് 2019 വരെയുള്ള കാലയളവിൽ കാര്യമായ നവീകരണ പ്രവർത്തനങ്ങൾ ഈ പള്ളിയിൽ നടത്തിയിട്ടുണ്ട്. ഈ കാണുന്ന സ്റ്റെയിൻഡ് ഗ്ലാസ് പതിപ്പിച്ച ഒരു വിൻഡോയുടെ നവീകരണത്തിനായി 1,60,000 യൂറോയാണ് ചെലവഴിച്ചത്. അങ്ങനെ 94 ബേയാണ് ഈ പള്ളിയിൽ ടോട്ടലായി ഉള്ളത്. അങ്ങനെ മൊത്തമായി 14 മില്യൺ യൂറോയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് ഈ പള്ളിയിൽ നടത്തിയിട്ടുള്ളത്. ഈ പള്ളിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. 1979 ഈ കത്തീഡ്രൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ചു. അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ പുറത്തിറങ്ങി. പള്ളിയുടെ ഇവിടെ നല്ല അടിപൊളി കൊത്തുപണികളൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ്, ഈ റൈറ്റ് സൈഡിൽ കാണുന്ന കടയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ സ്റ്റെയിൻഡ് ഗ്ലാസിൻ്റെ ഒരു ഗാലറിയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ റെസ്റ്റോറൻറ്റ് തപ്പി പോവുകയാണ് ഭക്ഷണം കഴിക്കാനായിട്ട്. ഇപ്പോൾ ഓൾറെഡി 2 മണിയായി. റെസ്റ്റോറൻറ്റൊക്കെ ഓൾറെഡി പൂട്ടിയിട്ടുണ്ടാവും. എന്തായാലും നോക്കാം. ഈ കാണുന്നതൊക്കെ സൂനിയർ ഷോപ്സ് ആണ് കേട്ടോ. ഇഷ്ടംപോലെ സൂനിയർ ഷോപ്സ് ഇവിടെ ഉണ്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള. നേരെ പള്ളിയുടെ അവിടെ നിന്ന് നേരെ നടക്കാണ്. ആ കാണുന്നിടത്താണ് ക്രിസ്മസ് മാർക്കറ്റ്. ഇവിടെ എന്തെങ്കിലും കഴിക്കാനുണ്ടാകുന്ന നോക്കട്ടെ. അതുപോലെ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ കയറി നിന്ന് കഴിക്കാൻ പറ്റുന്നെങ്കിൽ അത് നല്ലത്. കാരണം ഉടുക്കത്തെ തണുപ്പാണ് ഇപ്പോൾ ഇവിടെ. പുറത്തിരുന്ന് കഴിക്കുന്ന നടപടിയാവില്ല. അതുകൊണ്ട് അകത്ത് കയറാനുള്ള സെറ്റപ്പ് നോക്കണം. ഇവിടെ ഒരു ചെറിയ സ്ട്രീറ്റ് ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ പള്ളി കാണാം. ഇവിടെയും ചെറിയ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്, പക്ഷെ എല്ലാം ഫുള്ളായിരിക്കും. ഇവിടുത്തെ മെയിനായിട്ടുള്ള ടൂറിസ്റ്റ് ഏരിയയിലേക്കുള്ള റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഓൾറെഡി റിസർവേഷൻ ചെയ്യണം. റിസർവ് ചെയ്താൽ മാത്രമേ നമുക്ക് അകത്ത് കയറാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഫുള്ളായിരിക്കും. അല്ലാത്ത സാധാരണ റെസ്റ്റോറൻറ്റൊക്കെ ആണെങ്കിൽ ഓക്കെ. ടൂറിസ്റ്റ് ഏരിയ അല്ലെങ്കിൽ കുഴപ്പമില്ല. ടൂറിസ്റ്റ് ഏരിയ ആണെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ ഇത് ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റൊക്കെ ഫുള്ളാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇവിടെ അതുപോലെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ കേക്ക്, പാൻ കേക്ക്സ്, അതുപോലെ തന്നെ വേറെ കുറേ ചോക്ലേറ്റ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ മാർക്കറ്റിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി വന്നേക്കുന്ന ട്രക്കാണ്. ഇതിന് മാർക്കറ്റുള്ള ദിവസമായിരുന്നു തോന്നുന്നു. ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ മാർക്കറ്റ് ഉണ്ടാവും. അപ്പം അങ്ങനെ മാർക്കറ്റിലേക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ട്രക്കാണ്. ഇപ്പോൾ മാർക്കറ്റ് തീർന്നിട്ടുണ്ടാവും ഓൾറെഡി. അപ്പോൾ അങ്ങനെ ആൾക്കാർ സാധനങ്ങളൊക്കെ തിരിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും മുന്നോട്ട് പോകണം ക്രിസ്മസ് മാർക്കറ്റ് ഉള്ള സ്ഥലത്തേക്ക്. ഇവിടെ നിന്നൊരു 300 മീറ്റർ കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇത് പഴയ കെട്ടിടം, ഓൾഡ്. ഇഷ്ടംപോലെ പെയിൻറ്റിങ്ങുകളുണ്ട്. ഗാലറിയാണ്, ആർട്ട് ഗാലറി. ഇവിടെ ആൾക്കാർ പൂട്ടിയിട്ട് പോയെന്ന് തോന്നുന്നു കട. സാധനങ്ങളൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ആരും എടുത്തുകൊണ്ട് പോകില്ല എന്ന് തോന്നുന്നു. പാരീസിലൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ കളവും കാര്യങ്ങളൊക്കെ ഉള്ള. ഇവിടെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇതൊരു ചോക്ലേറ്റിൻ്റെ കടയാണ്. ഇഷ്ടംപോലെ ചോക്ലേറ്റ്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ ആളുകൾ ചോക്ലേറ്റ്, അതുപോലെ വൈൻ
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഗിഫ്റ്റ് കൊടുക്കും. ഇവിടെ ഒരു ചൈനീസ് കടയുണ്ട്. എന്നാൽ പിന്നെ അവിടെ കയറി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം വേറെ വഴിയൊന്നുമില്ല. ഇനിയിപ്പോൾ ഓൾറെഡി 2 മണിയായി. വേറെ സ്ഥലത്തൊന്നും ഭക്ഷണം കിട്ടില്ല. എവിടെയാണെങ്കിൽ സ്ഥലമുണ്ട് ഫ്രീ ആയിട്ട് വീട്ടിൽ നിന്ന് കഴിക്കാം. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ച് ഞങ്ങൾ പിന്നെ ഇറങ്ങിയിരിക്കുകയാണ് കാഴ്ചകൾ കാണാനായിട്ട്. ഇവിടെ ഇതുപോലെ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പൂക്കൾ വിൽക്കുന്ന ആളുകളുണ്ട്. ഇന്ന് ശനിയാഴ്ചയാണ് കേട്ടോ, ഞാൻ പറയാൻ മറന്നു. ഇന്ന് ശനിയാഴ്ചയാണ്. അതുപോലെ തന്നെ സ്ട്രീറ്റ്സിൽ ഇഷ്ടംപോലെ ആളുകളുണ്ട്. എല്ലാ സ്ട്രീറ്റിലും ഇഷ്ടംപോലെ ആളുകളുണ്ട്. അതുകൊണ്ട് ആ വീടിൻ്റെ അവിടെ ഒരു ആ വീടിൻ്റെ മതിൽ പെയിൻറ്റ് ചെയ്ത് വെച്ചേക്കുക. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ ബിൽഡിംഗ് കണ്ടോ, ഈ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ മൊത്തം പെയിൻറ്റ് ചെയ്ത് വെച്ചേക്കുക. സത്യം പറഞ്ഞാൽ ഇവിടെ ഒന്നുമില്ല. ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റ് ഒന്നുമല്ല. കാരണം കഴിഞ്ഞ വർഷം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്ത് പോയായിരുന്നു. ഒരു അടിപൊളിയായിരുന്നു. അതായത് ഒരു പഴയ ഒരു 50-60 വർഷം മുന്നോട്ട് പോയാൽ പുറകോട്ട് പോയാൽ എങ്ങനെ ഇരിക്കും അതുപോലത്തെ രീതിയിലാണ് അവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചത്. മരത്തിൻ്റെ കടകളൊക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു 10-20 സ്റ്റോൾ മാത്രമേ ഉള്ളൂ. മറ്റേത് അങ്ങനെയല്ലായിരുന്നു. ഒരു വില്ലേജ് മുഴുവനും അവരങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ വണ്ടി പാർക്ക് ചെയ്തിടത്തേക്ക് പോവാണ്. ഇവിടെ അതുപോലെ കുറേ സൂനിയർ വിൽക്കുന്ന കടകൾ, ആൻറ്റിക്സ് സാധനങ്ങൾ വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. നല്ല തണുപ്പുണ്ട്. മൂക്കിൽ നിന്നൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഈ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ വളരെ പഴയ ബിൽഡിങ്ങുകളാണ്. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് കുറേ ബിൽഡിങ്ങുകളെല്ലാം ആ സമയത്ത് തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറേ ബിൽഡിങ്ങുകളൊക്കെ അതിൻ്റെ അകത്ത് റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. കണ്ട് ഇവിടെ നോക്കുമ്പോൾ പള്ളിയുടെ ഫ്രണ്ട് ഭാഗം ശരിക്കും കാണാം. ഇതാണ് പള്ളിയുടെ ഫ്രണ്ട്. കേട്ടോ, ഇവിടുന്ന് ഇവരുള്ള പടം ഇത് വരച്ചേക്കുന്നതാണോ അല്ലെങ്കിൽ ടൈൽസ് ഒട്ടിച്ചേക്കുന്നതാണോ എന്നറിയില്ല. ഇതാണ് പള്ളിയുടെ മുൻവശം. വലിപ്പം കണ്ടില്ലേ പള്ളി? നല്ല വലിയ പള്ളിയാണ്. ഇതിൻ്റെ മുകളിലേക്ക് പോകാം. മുകളിൽ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് കാണാം ഈ സിറ്റിയുടെ ഫുള്ള് കാഴ്ചകൾ കാണാൻ പറ്റും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അത് റെസ്റ്റോറേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാരണം പൂട്ടിയിരിക്കുകയെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഈ സൈഡിൽ കാണുന്ന എനിക്ക് നോക്കിയാൽ അറിയാം. ഈ സൈഡിലൊരു പെട്ടി പോലെ ഇരിക്കുന്ന ആ സാധനത്തിൻ്റെ അകത്തു നിന്നാണ് ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുടെ പ്രൊജക്ടർ ഇരിക്കുന്നത്. ഈ പള്ളി മൊത്തം അവർ ലൈറ്റ് ഇടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യും ലൈറ്റ്. ഈ സാധനത്തിൽ നിന്ന് ഡയറക്റ്റ് അങ്ങോട്ട് ലൈറ്റ് അടിച്ച് പ്രൊജക്റ്റ് ചെയ്യും. നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഷാർട്ര് ഓൺ ലൂമിയർ. ഷാർട്ര് എന്ന് പറയുന്ന സിറ്റിയിൽ ഏകദേശം 30ഓളം സ്ഥലങ്ങളിലാണ് ഈ ലൈറ്റ് ഷോ നടക്കുന്നത്. ഈ വർഷം ഇത് 2024 ഏപ്രിൽ തൊട്ട് 2025 ജാനുവരി 5-ാം തീയതി വരെയാണ് നടക്കുന്നത്. ഇരുട്ടാകുമ്പോൾ തൊട്ട് രാത്രി 11:30 വരെയും ഇതുണ്ടാവും. അതുപോലെ നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിലൊക്കെ ഒരു വ്യാളിയുടെ പടം ഉണ്ടാവും. അതുപോലെ തന്നെ ചൈനീസ് അമ്പലങ്ങളിലൊക്കെ ആയാലും ചൈനീസ് കഥകളിലൊക്കെ ആയാലും വ്യാളിയുടെ പടം ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ചെകുത്താനെ പോലത്തെ ഒരു സാധനത്തിൻ്റെ പടം പള്ളിയുടെ മുന്നിൽ ഉണ്ടാവും. ഈ പള്ളിയിൽ ഞാനത് കണ്ടു. പക്ഷേ അത് മേലെയാണ്, ഏറ്റവും മേലെയാണ്.
നിങ്ങൾക്കത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഏറ്റവും മേലെയുണ്ട്. ചില പള്ളികളിൽ ഇതുപോലെ തന്നെ ഫ്രണ്ടിലായിട്ട് വെച്ചിട്ടുണ്ടാവും, നമുക്കത് കാണാൻ പറ്റും ചില പള്ളിയിൽ. ഈ പള്ളിയിൽ പക്ഷേ ഏറ്റവും മേലെയാണത്. മാലാഖമാരുടെ പടം ഉണ്ടാവും, അതുപോലെ തന്നെ പടം മീൻസ് ഇത് പ്രതിമ, അതുപോലെ തന്നെ ഈ ചെകുത്താൻ്റെ പോലത്തെ ഒരു സാധനത്തിൻ്റെ പടം ഉണ്ടാവും, നാഗൊക്കെ നീട്ടിയിരിക്കണം. അത് ഞാൻ നോക്കട്ടെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന്. സാധാരണ ഇവിടെ കാണേണ്ടതാണ്, പക്ഷേ ഈ പള്ളിയിൽ ഇത് മേലെയാണ് വെച്ചേക്കണേന്ന് തോന്നുന്നു. അതേ ഇരിക്കുന്നുണ്ട്, അവിടെ ഉണ്ട്. അതായത് ഞാൻ സൂം ചെയ്ത് കാണിക്കാം, എത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയില്ല. കണ്ടോ, നിങ്ങളുണ്ടോ ആ 2 മേൽക്കൂര കണ്ടോ? അതിൻ്റെ നടുക്കായിട്ട് ആ ഒരു സ്റ്റാൻഡിൽ ഈ സാധനം ഇരിപ്പുണ്ട്, പായൽ പിടിച്ചിരിക്കുകയാണ്. അങ്ങനത്തെ ചില രൂപങ്ങളൊക്കെ ഉണ്ട്. എനിക്കറിയില്ല എന്താണ് പള്ളിയുമായിട്ട് എന്താണ് അതിന് ബന്ധമെന്ന് അറിയില്ല, പക്ഷേ എല്ലാ പള്ളികളിലും ഉണ്ടാവും. ഇവിടുത്തെ പള്ളികളിലൊക്കെ ഉണ്ടാവും, നമ്മുടെ നാട്ടിലൊന്നും അത് ഉണ്ടാവില്ല, പക്ഷേ ഇവിടെ എല്ലാ പള്ളികളിലും അങ്ങനത്തെ ഒരു രൂപം ഉണ്ടാവും. എന്തെങ്കിലും പാമ്പ് അല്ലെങ്കിൽ ഈ ഡ്രാഗൺ അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇത് സ്റ്റെയിൻഡ് ഗ്ലാസിൻ്റെ ആർട്ട് ഗാലറിയാണ് കേട്ടോ. ഇതിൻ്റെ വില 2000 രൂപ കേട്ടോ. ഈ കാണുന്നതിൻ്റെ വില 2000 യൂറോസ്. ഇതൊക്കെ വളരെ പഴയ കെട്ടിടങ്ങളാണ്. ഷാർത്ത് എന്ന് പറയുന്ന ടൗണിൻ്റെ 1000 വർഷത്തിൻ്റെ സെലിബ്രേഷൻ. 1000 വർഷമായി ഈ ടൗൺ വന്നിട്ട്. പള്ളിയാണ് മോനെ അത്ഭുതം. ഇവിടുത്തെ കവാടം കയറി മ്യൂസിയ ദേ ബോസാർ ആർട്ട് മ്യൂസിയമാണ്. പഴയ കെട്ടിടങ്ങളാണ്, പഴയ വല്ല പ്രഭു കുടുംബങ്ങളുടെ കെട്ടിടം വല്ലതായിരിക്കും. ഇവിടെ ഈ സാധനം വെച്ചിട്ടുണ്ട് കണ്ടോ. ഈ സാധനമാണ് ഈ ലൈറ്റ് ഷോയുടെ മെയിനായിട്ടുള്ള കാര്യം, മെയിനായിട്ടുള്ളൊരു എന്താ പറയുക, അതിൻ്റെ അകത്തുനിന്നാണ് ഈ ലൈറ്റ് അടിക്കുന്നത്. പ്രൊജക്റ്റ് ചെയ്ത് ഇതിലേക്ക് അടിക്കണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എടുത്ത വീഡിയോസ് ഉണ്ട്, അത് ഞാൻ ഇതിനകത്ത് കാണിക്കാൻ വേണമെങ്കിൽ ഉണ്ടോ നോക്കട്ടെ. ക്ലിയർ ആയിട്ടുള്ള വീഡിയോ ആണെങ്കിൽ കാണിക്കാം. ഇത് ആർട്ട് മ്യൂസിയമാണ്. ഇത് പണ്ടത്തെ ഒരു കൊട്ടാരമാണ്. കൊട്ടാരം എന്ന് വെച്ചാൽ പണ്ടത്തെ കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള ബിൽഡിങ്ങുകളാണ്. ഇത് കണ്ടില്ലേ, ഈ കൺസ്ട്രക്ഷനൊക്കെ കണ്ടില്ലേ. ഇത് ഇവിടുത്തെ ഈ പ്രഭു കുടുംബങ്ങളൊക്കെ ഈ രീതിക്കായിരിക്കും പണിതിരിക്കുന്നത്. ഇഷ്ടിക, അതുപോലെ തന്നെ ഈ സൈഡൊക്കെ കണ്ടില്ല, ഇങ്ങനെ സൈഡിലൊരു സാധനം ഉണ്ട് അതുപോലത്തെ. ജനലിൻ്റെ ആണെങ്കിലും സൈഡിൽ കൊന്നത് പെട്ടെന്ന് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. വർഷങ്ങൾ കഴിയുമ്പോഴും ഈ സൈഡുകളൊക്കെയാണല്ലോ മെയിനായിട്ട് പോകുന്നത്. ഇവിടെ ആണെങ്കിൽ അതൊന്നും അങ്ങനെ പോകില്ല, അങ്ങനെ നിന്നോളം കുറേ നാളത്തേക്ക്. ഇതാണ് നമ്മുടെ പള്ളിയുടെ പുറകു വശം, കണ്ടില്ലേ. ഇതൊരു യുനെസ്കോ സൈറ്റാണ് കേട്ടോ. യുനെസ്കോ ല കത്തീഡ്രൽ നോട്ടർഡാം ദു ഷാർട്ര്. അതുപോലെ തന്നെ ഈ പണ്ടത്തെ സിനിമകളിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സംഭവം കണ്ടില്ല, ഇങ്ങനെ. ഇത് പണ്ടത്തെ പരിപാടിയല്ല. അങ്ങനെ തന്നെ ഞങ്ങളിതേ ഇതിൻ്റെ കവാടം കടന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് പള്ളിയുടെ. ഇതൊക്കെ പഴയതാണ്, കണ്ടാൽ തന്നെ അറിയാം. പഴയ രീതിക്ക് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ അതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ പോയിട്ടുണ്ടാവും, പക്ഷെ അവർ രണ്ടാമത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതും അതേ രീതിയിൽ തന്നെയാണ്. ഇതൊക്കെ പുതിയതാണ്, പുതിയ എന്തോ വീട്. അവിടെ എന്തോ ചെറിയൊരു കടകളൊക്കെ ഉണ്ട് അവിടെ. സ്ട്രീറ്റൊക്കെ കാണുമ്പോഴാണ് ശരിക്കും യൂറോപ്പാണെന്ന് മനസ്സിലാകുന്നത്. കാരണം പാരീസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിറയെ ആളുകളാണ്, ഫുള്ള്
ബഹളമായിരിക്കും. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ സമാധാനത്തോടെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാം. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിപ്പോവാ, നിലത്തേക്ക് കയറ്റം ഇറങ്ങിപ്പോവാ. കണ്ടില്ലേ, ഇത് റെസ്റ്റോറൻറ്റിൻ്റെ ബാക്ക് സൈഡാണ്. ഇതുപോലെ ഈ വീട്ടിലുള്ള ആളുകൾക്കൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുട്ടനാടൊക്കെ ഉള്ള പോലെ അവർക്ക് പുറത്തിറങ്ങിയിട്ട് ബാക്കിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളം. ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്, നമുക്ക് വേണമെങ്കിൽ അവിടെ ഇറങ്ങി ചെല്ലാം. പക്ഷേ ഞാൻ തിരിച്ച് പോവാണ്. കാർ പാർക്കിങ്ങിനിട്ട സമയം കഴിഞ്ഞു, കാർ എടുക്കാൻ പോകണം. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഈ ടൗണിലെ കാഴ്ചകൾ ഇതൊക്കെയാണ്. ഹിസ്റ്റോറിക്കൽ സൈറ്റിലൊക്കെ പോകാനായിട്ട് ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.